കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനിടെ നവജാത ശിശുവിന്റെ കൈ പൊട്ടിയ സംഭവത്തിൽ ഡോക്ടർമാർക്ക് ഗുരുതര പിഴവുണ്ടായതായി മാതാവ്. പൊട്ടിയ കൈയിലിട്ട പ്ലാസ്റ്റർ ഊരിപ്പോയി. പിന്നീട് വിവരമറിയിച്ചിട്ടും ഡോക്ടർമാർ ചികിത്സ നൽകിയില്ല. ഡിസ്ചാർജ് വാങ്ങി സ്വകാര്യ ആശുപത്രിയിൽ തുടർ ചികിത്സ തേടുകയായിരുന്നുവെന്നും കുട്ടിയുടെ മാതാവ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. മെയ് 14-നാണ് കക്കോടി സ്വദേശി അമലയുടെ നവജാത ശിശുവിന്റെ കൈ പൊട്ടിയത്. അവിടുന്ന് മോളെ പ്രസവിച്ച് മോളെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഡോക്ടർ ഡെലിവറി ടൈമിൽ പുറത്തേക്ക് എടുക്കുന്ന ടൈമിലാണ് ഷോൾഡർ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്നത് സമയത്ത് എന്താ സംഭവിച്ചതെന്നുള്ളതൊന്നും അറിയില്ല. കുട്ടീനെ പുറത്തേക്ക് എടുത്ത് അപ്പം തന്നെ നെഞ്ചോടിലേക്ക് വെക്കലും എടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ ഒരുമിച്ചിട്ടായിരുന്നു. പിന്നെ അവർ നേരെ കൊണ്ടുപോകുന്നത് NICUയിലേക്കാണ്. 15-നാണ് ഞാൻ കുട്ടീനെ നേരിട്ട് കാണുന്നത്. ഫീഡ് ചെയ്യാൻ പോകുന്ന സമയത്താണ് കുട്ടീനെ കാണുന്നത് ഞാൻ. ആ സമയത്ത് എനിക്ക് ആ കുട്ടീൻ്റെ കയ്യിൽ ഫുൾ എന്താ പറയുക, കൈയിട്ട് അടിക്കുന്ന സമയത്ത് ഈ എല്ലിങ്ങനെ കയറി കളിക്കുക. മോർണിംഗിലാണ് ഇവർ ബാൻഡേഡ് ഇടുന്നത്, 15-നാണ് ബാൻഡേഡ് ഇടുന്നത്. പക്ഷെ ആ കൈ കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് സങ്കടമായി. എന്താ പറയുക, ഒരു എന്താ പെടയായിരുന്നു കുട്ടി കിടന്നിട്ട്. പാല് കൊടുത്തു കഴിഞ്ഞിട്ട് ആൻറ്റീൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. മോളെ കൊടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് ഊരി വീണുപോയി. ബാൻഡേഡ് ഇട്ട കാസ്റ്റിങ് എൻ്റെ മടിയിലേക്ക് ഊരി വീണുപോയി. പിന്നീട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഓർത്തോ ഡോക്ടറെ അടുത്ത് ഞങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവർ റൗണ്ട്സിന് വരുമ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ കാസ്റ്റിംഗ് ഇട്ട് തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ സമാധാനിപ്പിച്ചിരുന്നത്. നൽകും. മനീസലി, അപ്പോൾ നവജാത ശിശുവിന്റെ കൈ ഒടിഞ്ഞതും പിന്നീട് അതിൽ കാര്യമായൊരു ചികിത്സ നൽകിയില്ല, ഈ പ്ലാസ്റ്ററൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഊരിപ്പോകുന്ന നിലയിലായിരുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ് എന്നാണ് കേട്ടിടത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചത്? ഇതിൽ മറ്റ് ആശുപത്രി അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകുന്നുണ്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ കേന്ദ്രമാണ്. നല്ല സൗകര്യങ്ങളുള്ള, നല്ല ചികിത്സ ലഭിക്കുമെന്ന പ്രതീക്ഷിച്ച് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും തന്നെ ആളുകൾ ആശ്രയിക്കുന്നത്. പക്ഷേ നിരന്തരം ഇത്തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഒരു നവജാത ശിശുവിൻ്റെ കാര്യത്തിലാണ്. അത് സംഭവിക്കുന്നത് മെയ് 14-ാം തീയതിയാണ്. കോഴിക്കോട് കക്കോടി സ്വദേശി അമലയാണ് ഈ പരാതി ഉന്നയിക്കുന്നത്. അവർ പറയുന്നത് പ്രസവത്തിനിടെ തന്നെ നവജാത ശിശുവിനെ കൈ ഒടിഞ്ഞു പോയിരുന്നു. അത് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന സന്ദർഭത്തിൽ കൈ പൊട്ടി. അതിനുശേഷം പിന്നീട് അവർ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ പ്ലാസ്റ്റർ ഇട്ട് നൽകിയ, പക്ഷെ അത് പിന്നീട് ഊരിപ്പോയി. ആ കാര്യം ഡോക്ടർമാരെ അറിയിച്ചിട്ടും അവർ പരിഗണിച്ചില്ല, അവർ ശ്രദ്ധിച്ചില്ല എന്ന ഗുരുതരമായ പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. ഒന്ന്, പ്രസവത്തിനിടെ കൈ പൊട്ടിപ്പോയി എന്നത് ഒരു കാര്യമാണ്. അതിനുശേഷം പിന്നീട് പ്ലാസ്റ്റർ ഇട്ടത് ഊരിപ്പോകുമ്പോൾ അത് മര്യാദയ്ക്ക് നല്ല രീതിയിലല്ല അത് ചെയ്തിട്ടുള്ളത് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിനേക്കാളൊക്കെ ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനൊരു സംഭവം ഈ പ്ലാസ്റ്റർ ഊരിപ്പോയി എന്ന കാര്യം അറിയിച്ചിട്ട് പോലും കോളേജ് ഡോക്ടർമാർ പിന്നീട് അത് പരിഗണിച്ചില്ല, ശ്രദ്ധിച്ചില്ല എന്നാണ്. അതിനുശേഷം അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോയതിനു ശേഷം മാത്രമേ മറ്റൊരു ഹോസ്പിറ്റൽ, സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചതിന് ശേഷമാണ് ആ കാര്യത്തിൽ അവർക്കൊരു പരിഹാരം ഉണ്ടാകുന്നത് എന്ന് വരുമ്പോൾ അത് അങ്ങേയറ്റവും ഗുരുതരമാണ്. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഒരു സാധാരണക്കാരന് സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ചികിത്സാ സംവിധാനത്തിൻ്റെ പരിമിതി നമുക്ക് മനസ്സിലാവുന്നതാണ്. മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങളില്ലാത്തതല്ല, അല്ലെങ്കിൽ അതിന് കേപ്പബിളായ ആളുകളില്ലാത്തതല്ല, അവരുടെ അശ്രദ്ധയോ അല്ലെങ്കിൽ ആളുകളോട് കാണിക്കുന്ന ഒരു ഉത്തരവാദിത്വക്കുറവോ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വലിയ രോഷത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്. നമുക്കറിയാം, ഒരു ചെറിയ കുഞ്ഞ് പ്രസവിച്ച ഉടനെയുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഉത്തരവാദിത്വം ഒന്നും വേണ്ട. ഈ കുഞ്ഞിന് പിന്നീട് കൈ പൊട്ടിയ പ്ലാസ്റ്റർ ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കേൾക്കാൻ തയ്യാറാവുകയോ പരിഗണിക്കുകയോ അല്ലെങ്കിൽ ഒരു വിദഗ്ധ ഉപദേശം നൽകുകയോ ചെയ്തിരുന്നെങ്കിൽ പോലും അതൊന്നും ഉണ്ടായില്ല എന്നാണ് ഈ മാതാവ് പറയുന്നത്. വലിയ പ്രയാസത്തിലാണ് ആ കുടുംബം ഉള്ളത്. പിന്നെ അതിന് സംബന്ധമായി ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചിരുന്നെങ്കിലും പെട്ടെന്നുള്ളൊരു പ്രതികരണങ്ങളൊന്നും ഇതുവരെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. എന്തായാലും വരും സമയങ്ങളിൽ അത് നമ്മൾ പരിശോധിക്കുക തന്നെ ചെയ്യും. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ വയറ്റിൽ കത്രിക ഒടുങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോഴും അത് ഒരു അവസാനമാകുന്നില്ല. പിന്നെയും പുതിയ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഗൗരവതരമായ തന്നെയാണ്. ചികിത്സാ പിഴവിന്റെ വാർത്തകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൊക്കെ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? ഡോക്ടർമാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ അച്ചടക്ക നടപടികളോ ഒക്കെ എടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഡോക്ടർമാർക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം കൂടെ ഈ കാര്യത്തിൽ നടക്കണം. എന്തായാലും നവജാത ശിശുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതിലടക്കം